വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, 9ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററായ ചട്പട് ഔർ നട്കഡ് എന്ന കഹാനിയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രമേശ് ഉപാധ്യായ് എഴുതിയ മനോഹരമായ ഒരു കഹാനിയാണിത്. ഇത് രണ്ട് സഹോദരന്മാരുടെ കഥയാണ്. അവർ നടന്നുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. അവരുടെ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളാണ് ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഏക് ദാ ചട്പട് ഏക് ദാ നട്കഡ്. ഒരാള് ചട്പട് ആയിരുന്നു, ഒരാള് നട്കഡുമായിരുന്നു. ചട്പട് എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ കുറച്ച് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആള് എന്നാണ് അർത്ഥം. നട്കഡ് എന്ന് വെച്ചാൽ നോട്ടി, കുറച്ച് വികൃതി ഉള്ള ആള് എന്നാണ്. ഇവരുടെ സ്വഭാവം തന്നെയാണ് ഇവരുടെ പേരായിട്ട് ഈ കഥയിൽ കൊടുത്തിരിക്കുന്നത്. ചട്പട് ബഡാദ, ചട്പട് വലിയവനായിരുന്നു. നട്കഡ് ചോട്ട, നട്കഡ് ചെറിയവനുമായിരുന്നു. ബെഡാ കേവൽ 2 സാൽ ബെഡാ ഹേ, ചോട്ട കേവൽ 2 സാൽ ചോട്ട. വലിയവൻ കേവലം 2 വയസ്സിന് വലിയവനായിരുന്നു. 2 സാൽ 2 വയസ്സിന് ബെഡാദ മൂത്തതായിരുന്നു. ചോട്ട കേവൽ 2 സാൽ ചോട്ട, ഇളയവൻ കേവലം 2 വയസ്സിന് ചെറിയതുമായിരുന്നു. ദോനോം സ്കൂൾ മേം പഠിത്തേ थे. രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ചട്പട് പാഞ്ചുവീമേം, ചട്പട് 5th സ്റ്റാൻഡേർഡിലാണ്. നട്കഡ് തീസരീമേം, നട്കഡ് 3rd സ്റ്റാൻഡേർഡിലുമാണ്. घर से दोनों भाई साथ साथ स्കൂൾ जाते. വീട്ടിൽ നിന്ന് രണ്ട് സഹോദരന്മാർ ഒരുമിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. സാത്ത് സാത്ത് ഒരുമിച്ചാണ് സ്കൂൾ ജാത്തെ സ്കൂളിൽ പോകുന്നത്. അവർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ, ഒരുമിച്ച് തന്നെയാണ് അവർ തിരികെ വീട്ടിലേക്ക് വരുന്നതും. വാപ്പസ് തിരികെ, ഒരുമിച്ച് തന്നെയാണ് അവർ സ്കൂളിൽ പോകുന്നതും, ഒരുമിച്ച് തന്നെയാണ് തിരിച്ചവർ വീട്ടിൽ വരുന്നതും. വേ ഏക് ഗാവ് മേം രഹത്തെ थे. അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ഗാവ് ഗ്രാമം. സ്കൂൾ ഉൻകെ ഗാവ് മേം നഹി, സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു. ദൂർ ദൂസരെ ഗാവ് മേം ദാ, ദൂരെ വേറൊരു ഗ്രാമത്തിലായിരുന്നു. ദൂസരെ അതർ, വേറൊരു, ദൂരെ വേറൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. വഹാം തക് പൈദൽ ജാന പഡ്താ ഥാ ഔർ പൈദൽ ഹി വാപ്പസ് ആന പഡ്താ ഥാ. വഹാം തക് അവിടം വരെ, പൈദൽ ജാന പഡ്താ ഥാ കാൽനട യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു. അവർക്ക് നടക്കേണ്ടി വരുമായിരുന്നു. പൈദൽ ജാന നടക്കുക, നടക്കേണ്ടി വരുമായിരുന്നു. അവർ പൈദൽ ഹി വാപ്പസ് ആന പഡ്താ ഥാ, അവർ നടന്നുകൊണ്ട് തന്നെയാണ് തിരിച്ചു വന്നിരുന്നതും. അവർക്ക് സ്കൂളിലോട്ടും നടക്കേണ്ടി വരുമായിരുന്നു, തിരിച്ച് വീട്ടിലോട്ടും നടക്കേണ്ടി വരുമായിരുന്നു. ജാത്തെ സമയ രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി ഥി. ജാത്തെ സമയ പോകുന്ന സമയത്ത്, രാസ്തേ മേ വഴിയിലെ, ഉനേം അവർ, കൈ ചീസേ മിൽത്തി ഥി കുറെ വസ്തുക്കളെയൊക്കെ കാണുമായിരുന്നു. കുറെ സാധനങ്ങളെ, കുറെ വസ്തുക്കളെയൊക്കെ കാണുമായിരുന്നു. ചീസേം തിങ്സ്, സാധനങ്ങൾ. പോക്കർ, പോക്കർ കുളം. ബർഗദ് ആൽമരം. ഗേത്ത് വയല്. ബാഗ് തോട്ടം. നാല തോട്. ഔർ നദി നദിയും. വാപ്പസ് ആനെ പർ ഭി തിരികെ വരുമ്പോഴും, രാസ്തേമേ വഴിയിലെ, ഉനേം കൈ ചീസേ മിൽത്തി ഥി കുറെ വസ്തുക്കൾ, കുറെ സാധനങ്ങളൊക്കെ കാണുമായിരുന്നു. നദി, നാല, ബാഗ്, ഗേത്ത്, ബർഗദ് ഔർ പോക്കർ. നദി, തോട്, നാല തോട്, ബാഗ് തോട്ടം, ഗേത്ത് വയൽ, ബർഗദ് ആൽമരം ഔർ പോക്കർ കുളം. സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യം കുളമാണ്, പിന്നെ ആൽമരമാണ്, പിന്നെ വയലാണ്, പിന്നെ തോട്ടമാണ്, പിന്നെ തോട്, നദി എന്നിങ്ങനെയാണ് കാണുന്നത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? നദിയാണ്, പിന്നീട് തോട്, പിന്നെ തോട്ടം, പിന്നെ വയല്, പിന്നെ ആൽമരം, പിന്നെ കുളം. ഇങ്ങനെയാണ് ആ കാണുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ചട്പട് തേസ് തേസ് ചൽത്താ ഥാ. ചട്പട് വളരെ സ്പീഡിൽ നടക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞു, ചട്പട് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സ്പീഡ് എന്നാണ്. ചട്പട് തേസ് തേസ് ചൽത്താ ഥാ. ചട്പട് വളരെ വേഗത്തിൽ നടക്കുമായിരുന്നു. തേസ് തേസ് വേഗത്തിൽ. നട്കഡ് ധീരെ ധീരെ. നട്കഡ് പതുക്കെ പതുക്കെയാണ് നടന്നിരുന്നത്. ചട്പട് ബർഗദ് തക്ക് പഹൂഞ്ച് ജാത്ത. ചട്പട് ആൽമരത്തിന്റെ അവിടം വരെ എത്തുമ്പോൾ, നട്കഡ് പോക്കർ തക്ക് ഹി പഹൂഞ്ചാ ഹോത്ത. നട്കഡ് കുളത്തിന്റെ അവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ.
ചട്പട് ആൽമരം വരെ എത്തുമ്പോൾ നട്കട് എവിടം വരെ എത്തിയിട്ടുണ്ടാവുക? പോക്കർ തക്ക് കുളം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ചട്പട് ബാഗ് തക്ക് പഹൂഞ്ച് ജാത്ത തബ് തക്ക് നട്കട് ഗേത്ത് തക്ക് ഹി പഹൂഞ്ചാ ഹോത്ത. ചട്പട് തോട്ടം വരെ എത്തുമ്പോൾ നട്കട് എവിടെ എത്തിയിട്ടുള്ളൂ? ഗേത്ത് തക്ക് വയലിൽ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. ചട്പട് നദീ തക്ക് പഹൂഞ്ച് ജാത്ത തബ് തക്ക് നട്കട് നാലേ തക്ക് ഹി പഹൂഞ്ചാ ഹോത്ത. ചട്പട് നദി വരെ എത്തുമ്പോൾ നട്കട് തോട് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. മാം കി ഹിദായത്ത് ദി, അമ്മ നിർദ്ദേശിച്ചിരുന്നു, അമ്മയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ചട്പട് കോ ചോട്ടെ ഭായി കാ ധ്യാൻ രഖ്നാ ഹെ. ചട്പടാണ് ചെറിയ സഹോദരനെ ശ്രദ്ധിക്കേണ്ടത്. ധ്യാൻ രഖ്ന, ശ്രദ്ധിക്കണം. ചട്പടിനോട് ചെറിയ സഹോദരനെ ശ്രദ്ധിക്കണമെന്ന് അമ്മ നിർദ്ദേശിച്ചിരുന്നു. നട്കട് കോ അപ്നെ സാത്ത് ഹീ രഖ്നാ ഹെ. നട്കടിനെ നിന്റെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ചട്പടിനോട് പറഞ്ഞിട്ടുണ്ട് ചെറിയ സഹോദരനെ ശ്രദ്ധിക്കണം, നട്കടിനെ നിന്റെ കൂടെ തന്നെ കൂട്ടണമെന്നും പറഞ്ഞിട്ടുണ്ട്. इसलिए चटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. इसलिए അതുകൊണ്ട് തന്നെ ചട്പട് കോ, ചട്പടിന് ആകെ നികൽ ജാനെ പർ, മുന്നിൽ പോയാലും, ആകെ മുന്നിൽ പോയാലും, പീച്ചെ മുടുക്കർ ദേക്കിന പടുത്ത, പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. പീച്ചെ പിന്നിലോട്ട്, മുടുക്കർ തിരിഞ്ഞുകൊണ്ട് ദേക്കിന പടുത്ത നോക്കേണ്ടി വരും. അതുകൊണ്ട് ചട്പടിന് മുന്നിൽ പോയാലും പിറകിലോട്ട് തിരിഞ്ഞിങ്ങനെ നോക്കേണ്ടി വരും. നട്പട് എപ്പോഴും പിന്നില് സാവകാശാണ് നടന്നിട്ട് വരിക അല്ലെ. കളികളൊക്കെ കളിച്ചിട്ട് സാവകാശാണ് വരിക. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. उन्हें नड़कड़ को पुकार कर जल्दी चलने के लिए कहना पड़ता. उन्हें അവനെ നട്കട് കോ പുകാർ കർ, നട്കടിനെ വിളിച്ചിട്ട് ജൽദി ചലനെ കെ ലിയെ കഹന പടുത്ത, വേഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. ജൽദി, വേഗത്തില്. അവന് നട്കടിനെ വിളിച്ച് വേഗം വാ, വേഗം ഇങ്ങോട്ട് വാ, വേഗം നടക്കുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ബാർ ബാർ രുക്ക് കർ നട്കട് കോ ഇന്തസാർ കർനാ പടുത്ത. ഇടക്കിടക്ക് നിന്നുകൊണ്ട് നട്കടിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇന്തസാർ കർണ, കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. രുക്കർ എന്ന് പറഞ്ഞാൽ നിന്നിട്ട്, ഇടക്കിടക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നട്കടിനെ അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട് കാ ഹാത്ത് പക്കട് കർ അപ്പനെ സാത്ത് ദൗഡാനാ ഭി പഡ്താ. കബി, ഇടക്ക്, സ്കൂൾ ജാനെ കെ ലിയെ, സ്കൂളിൽ പോകുന്നതിന്, ദേരി ഹോത്തി, ദേരിന്ന് വെച്ചാൽ ലേറ്റ് ആവുക, വൈകുക, ഇടക്ക് സ്കൂളിൽ എത്താൻ വേണ്ടി വൈകുമ്പോൾ നട്കടുക്ക ഹാത്ത് പക്കടുക്കർ അപ്പനെ സാത്ത് ദൗഡാനാവിപ്പെടുത്ത, നട്കടിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ കൂടെ ഓടിക്കുകയും ചെയ്യുമായിരുന്നു. ഹാത്ത് പക്കടുക്കർ, കൈ പിടിച്ചിട്ട്, അപ്പനെ സാത്ത് തന്റെ കൂടെ ദൗഡാനാഭിപ്പെടുത്ത, ഓടിക്കുകയും ചെയ്യുമായിരുന്നു. ചട്പട് പരേഷാൻ ഹോ ജാത്ത, ഇടക്കിടക്ക് ചട്പടിന് വളരെ ബുദ്ധിമുട്ടാവും അല്ലെ. പരേഷാൻ ഹോന, ബുദ്ധിമുട്ടുക. ചട്പട് നട്കടിനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഔർ ഗർ ലൗട്ട് കർ, എന്നിട്ട് വീട്ടിലെത്തിയിട്ട് മാംസേ ഷിക്കായത്ത് കർത്ത, അമ്മയോട് പരാതി പറയുമായിരുന്നു. ഷിക്കായത്ത് കർണ, പരാതിപ്പെടുക. മാം ചോട്ട ബഹുത്ത് പരേഷാൻ കർത്താ ഹേ. മാം, അമ്മേ, ചോട്ട ചെറിയവൻ, ബഹുത്ത് പരേഷാൻ കർത്താ ഹേ, എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവന് ചട്പടിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെ. അവന് കാരണം സ്കൂളിലൊക്കെ ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അവൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പരാതി പറയണം, അമ്മേ, ഇവൻ എന്നെ നന്നായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചോട്ട ഹേന്ന മാ മുസ്കുരാതേത്തി, അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞു? മുസ്കുരാന, പുഞ്ചിരിക്കുക. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചോട്ടാ ഹെന, അവൻ ചെറുതല്ലേ. മാ മുസ്കുരാതേത്തി, അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഔർ ബെഡേ കോത്തോ ചോട്ടെ കാ ധ്യാൻ രഖ്നാഹി പഡ്താ ഹേ. ബെഡേ കോത്തോ, വലിയവർ തന്നെയല്ലേ, ചോട്ടാക്ക, ചെറിയവരെ, ധ്യാൻ രഖ്നാഹി പഡ്തേ ഹേ, ശ്രദ്ധിക്കേണ്ടത്, വലിയവർ തന്നെയല്ലേ ചെറിയവരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് അമ്മ പറഞ്ഞു.
ചട്പട് ചുഞ്ചലാത്ത, ചട്പടിന് ദേഷ്യമൊക്കെ വരുമായിരുന്നു. ചുഞ്ചലാത്ത ദേഷ്യമൊക്കെ വരിക. എന്നാലും കുച്ച് കഹിന്ന പാത്ത, എന്നാലും അവൻ ഒന്നും പറയുമായിരുന്നില്ല. ബെടാത്ത ചോട്ടാക്ക ധ്യാൻ തോ ഉസേ രഖ്നാ ഹി താ. ബെടാത്ത അവൻ വലിയവനാണ്, ചെറിയവനെ ശ്രദ്ധിക്കാനാണ് അവനോട് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് അവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന് വഴക്കൊന്നും പറയില്ലായിരുന്നു. ലേക്കിൻ ഉസേ ലഗത്താക്കി നട്കഡ് കുച്ച് ജ്യാദാ ഹീ നട്കഡ് ഹേ. ലേക്കിൻ പക്ഷേ ഉസേ ലഗത്ത അവന് തോന്നി തുടങ്ങി, ചട്പടിനെ തോന്നുന്നുണ്ടായിരുന്നു. നട്കഡ് നമ്മുടെ നട്കഡ് കുച്ച് ജ്യാദാ ഹീ നട്കഡ് ഹേ, വളരെയധികം വികൃതിയാണ്. ഇവിടെ നട്കഡ് എന്ന് പറയുന്നത് അവന്റെ പേരാണ്, ഇവിടെ വികൃതി എന്നതാണ്. നട്കഡ് കുച്ച് ജ്യാദ കുറച്ചധികം, നട്കഡ് ഹേ വികൃതിയാണെന്ന് അവന് തോന്നി തുടങ്ങി. രാസ്ത चलते रुक कर पोकर के पानी के अंदर की मछलियां और पानी के ऊपर की बत्तखें देखने लगता है. വഴിയിലൂടെ പോകുമ്പോൾ അവൻ കുളത്തിലെ വെള്ളത്തിന്റെ ഉള്ളിലൂടെ പോകുന്ന മീനുകളെയും വെള്ളത്തിന്റെ മുകളിലൂടെ പോകുന്ന താറാവുകളെയൊക്കെ നോക്കിക്കൊണ്ടേയിരുന്നു. രാസ്താ ചലത്തെ വഴിയിലൂടെ പോകുമ്പോൾ രുക്കർ നിന്നുകൊണ്ട്, പോക്കർക്കെ പാനിക്കെ അന്തർക്കി മച്ചലിയാം കുളത്തിന്റെ വെള്ളത്തിന്റെ ഉള്ളിലൂടെ പോകുന്ന മീനുകളെയും അവർ പാനിക്ക് ഊപ്പർക്കി ബത്തക്കെ വെള്ളത്തിന്റെ മുകളിലൂടെയുള്ള താറാവുകളെയൊക്കെ ദേക്കിനെ ലഗത്താഹെ നോക്കാൻ തുടങ്ങും. ബർഗദ് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേം പക്കടക്കർ ചൂലിനെ ലഗത്താഹെ. ആൽമരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ടുള്ള വേരുകൾ പിടിച്ച് അവന് ആടാൻ തുടങ്ങും. ഊപ്പർ സേ നീച്ചെ ആത്തി മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ടുള്ള ജഡേം വേരുകൾ പക്കെടുക്കർ പിടിച്ചുകൊണ്ട് ചൂലിനെ ലഗത്താഹെ ആടാൻ തുടങ്ങും. ഗേത്ത് മേം ഗുസ്കർ ഗാനേക്ക് കോയി ചീസ് ഭോജനെ ലഗത്താഹേ. വയലിലൊക്കെ പ്രവേശിച്ചിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഗേത്ത് വയല്, ഗുസ്കർ പ്രവേശിച്ച്, ഗാനേക്ക് കഴിക്കുവാനുള്ള തിന്നാനുള്ള, കോയി ചീസ് എന്തെങ്കിലും വസ്തുക്കളൊക്കെ, ഗോജിനെ ലഗത്താഹേ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഈ വയലിലൊക്കെ പച്ചക്ക കഴിക്കണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ, കപ്പ അതുപോലെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അവന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പെറുക്കി കൊണ്ട് നടക്കും. ബാഗ് സേ ഗുസർനെ പർ ആം യാ അമരൂദ് തോടനെ ലഗത്താ ഹേ. തോട്ടത്തിൽ പ്രവേശിച്ച്, ഗുസർന മീൻസ് പ്രവേശിക്കുക, ആം യാ അമരൂദ് തോടന ലഗത്താ ഹേ മാങ്ങയോ പേരക്കയോ ഒക്കെ പറിക്കാൻ തുടങ്ങും. തോടിന പൊട്ടിക്കുക, പറിക്കുക ഒക്കെയാണ് അർത്ഥം. തോട്ടത്തിൽ പ്രവേശിച്ച് അവന് മാങ്ങ പേരക്ക ഇവയൊക്കെ പറിച്ചുകൊണ്ട് നടക്കും. നാലേക്കോ ഉദർ സേ ഇദർ ഔർ ഇദർ സേ ഉദർ ചലാഗ് ലഗാക്കർ പാർ കർനെ കാ ഗേൽ ഗേൽന ലഗത്താ ഹേ. നാലേക്കോ തോടിന്റെ അവിടെ എത്തുമ്പോ അവൻ എന്താ പണി, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാടി ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുന്ന കളി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഉദർ സേ ഇദർ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇദർ സേ ഉദർ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ, ചലാങ്ക് ലഗാക്കർ കുതിച്ച് ചാടി, പാർ കർണേക്കാകാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറികടക്കുന്ന കളികളൊക്കെ ഗേലിന കളിക്കാൻ ലഗത്താഹെ തുടങ്ങുന്നു. നദി കെ പുൽ കോ ജൽദി സെ പാർ കർനെ കെ ബജായ് उसकी मुंडर से टिककर नीचे बहती नदी को निहारने लगती है. നദിക്കെ പുൽക്കോ നദിയുടെ പാലത്തിലെ, ജൽദീസെ വേഗത്തിലൂടെ, പാർ കർണേക്കെ ബജായ് മറികടക്കുന്നതിന് പകരം, പാർ കർണ അക്കരെ കടക്കുക, നദിയുടെ പാലത്തിലൂടെ മറികടക്കുന്നതിന് പകരം, ബജായ് പകരം, ഉസ്കി മുണ്ടേർസെ അതിന്റെ കൈവരിയിലെ, ടിക്കർ കുനിഞ്ഞു നിന്ന്, നീച്ചേ ബഹത്തി നദി കോ നിഹാറിനെ ലഗത്താഹെ താഴെ ഒഴുകുന്ന നദിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവന്റെ കൈവരിയിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് താഴെ കൂടെ ഒഴുകി പോകുന്ന നദിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഏക് ദിൻ തോ നട്കഡിനെ ഹദ് ഹീ കർലി. ഒരു ദിവസം നമ്മുടെ നട്കഡ് പരിധി ലംഘിച്ചു പോയി. ഹദ് പരിധി, അതെ അവൻ ഓൾറെഡി വികൃതിയാണ്, ഇപ്പൊ അവന് പരിധി ലംഘിച്ചു പോയി. ദോനോ ബായി സ്കൂൾ സെ ലൗട്ട് രഹേദെ. രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. ലൗട്ട് രഹേദെ മടങ്ങി വരികയായിരുന്നു. നദി കാ പുൽ ആയ നദിയുടെ പാലം എത്തി. പുൽ പാലം നദിയുടെ പാലത്തിന്റെ അടുത്തെത്തി. തോ അപ്പോൾ നട്കഡ് പുൽ പർ ചടനെ കെ ബജായ് നീച്ചെ ഉതർ ഗയാ. നട്കഡ് പാലത്തിൽ കയറുന്നതിന് പകരം താഴെ ഇറങ്ങി. ബജായ് പകരം, നീച്ചെ താഴെ, ഉദർ
ഉദർ ഗയ ഇറങ്ങി. നട്കട് പാലത്തിലൂടെ കയറി പോകുന്നതിന് പകരം താഴത്തോട്ട് ഇറങ്ങി. ഔർ നദീ കിനാരെ ജാ പഹൂഞ്ച, എന്നിട്ട് എങ്ങോട്ടാ പോയത്? നദീ കിനാരെ, നദീ തീരത്തോട്ട് ജാ പഹൂഞ്ച എത്തി. बस्ते में पहले से बनाकर रखी हुई कागज की 2 नावें निकाली. ബസ്തേമേ ബാഗില് പഹലേസെ നേരത്തെ തന്നെ ബനാക്കർ രക്കി ഹുയി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഗസ് കീ ദോ നാവെ കടലാസിന്റെ 2 തോണികൾ നിക്കാലി പുറത്തെടുത്തു. ബാഗിലെ നേരത്തെ ഉണ്ടാക്കി വെച്ച കടലാസിന്റെ 2 തോണികൾ അവൻ പുറത്തെടുത്തു. അവർ ഏക്ക് ഏക്ക് കർക്കെ ബഹത്തെ പാനി മേ ചോട് ദി, എന്നിട്ട് ഓരോന്നായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഉപേക്ഷിച്ചു. ബഹത്തെ പാനി ഒഴുകുന്ന വെള്ളത്തിലോട്ട് ഇട്ടു. നാവേം ബഹിച്ചാലി തോണികൾ ഒഴുകി തുടങ്ങി. ദോ തോ അപ്പോൾ നട്കഡ് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ, അപ്പോൾ നട്കഡ് ഖുഷ് ഹോക്കർ സന്തോഷത്തോടെ താലി ബജാനെ, താലി ബജാന മീൻസ് കൈ കൊട്ടുക, നട്കഡ് സന്തോഷത്തോടെ കൈ കൊട്ടാൻ തുടങ്ങി. उधर पुल पर पहुंच चुके ചട്പട് ने पीछे मुड़कर देखा. അവിടെ പാലത്തിൽ എത്തിയപ്പോൾ ചട്പട് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി. ചട്പട് എപ്പോഴും മുന്നിലായിരിക്കും അല്ലെ, അവന് ഇടക്കിടക്ക് നട്കടിനെ തിരിഞ്ഞു നോക്കാറാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പാലത്തിലെത്തിയപ്പോൾ ചട്പട് പീച്ചേ മുടുക്കർ ദേക്ക, പിന്നിലോട്ട് തിരിഞ്ഞു നോക്കി. തോ അപ്പോൾ നട്പട് നെഹീം ദിക്ക, നട്കടിനെ എവിടെയും കണ്ടില്ല. ചട്പട് ഗബരാ ഗയ, ചട്പട് പേടിച്ചു പോയി. എന്തിനാണ് പേടിച്ചത്? നട്കട് കഹാം ഗയ, നട്കട് എവിടെ പോയി? താലി ബജാനേക്ക് ആവാസ് സുൻകർ നീച്ചേ ദേക്ക, കൈ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ അവന് താഴോട്ട് നോക്കി. താലി ബജാന ക്ലാപ്പ് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ താഴോട്ട് നോക്കി. തോ അപ്പോൾ നട്കട് നീച്ചെ നദീ കിനാരെ ഗഡാദിക്ക, നട്കട് എവിടെയുണ്ട്? താഴെ നദീ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഗഡ നിൽക്കുന്നത് കണ്ടു. ചട്പട് കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ, ചട്പടിന് അവനോട് വളരെ ദേഷ്യം വന്നു. എങ്ങനെ ദേഷ്യം വരാതിരിക്കും അല്ലെ? സ്കൂൾ വിട്ട് വീട്ടിലോട്ട് പോകുന്ന അവന് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുകയാണ്. ഗുസ്സ ദേഷ്യം. സോർസെ ചില്ലാക്കർ ബോല, ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു. സോർസെ ഉച്ചത്തിൽ, ചില്ലാക്കർ അലറിക്കൊണ്ട് ബോല പറഞ്ഞു. ഹരേ ചോട്ടെ, എടാ അനിയ, എടാ ചെക്ക എന്നൊക്കെ വിളിക്കണം. എടാ അനിയ, തും വഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ, നീ താഴെ അവിടെ എന്ത് ചെയ്യാണ്? നട്കട് നെ ചൗങ്ക് കർ ഊപ്പർ ദേക്ക, നട്കട് ഞെട്ടിക്കൊണ്ട് മുകളിലോട്ട് നോക്കി. ചൗങ്ക് കർ, അവന്റെ ഉച്ചത്തിലാണല്ലോ അല്ലെ, ചട്പട് ഉച്ചത്തിലാണ് ചോദിച്ചത്. അപ്പൊ നട്കട് ഞെട്ടിക്കൊണ്ട് ഊപ്പർ ദേക്ക, മുകളിലോട്ട് നോക്കി. ഔർ നദീ കിനാരെ രക്ക അപ്പന ബസ്ത ഉഡാനെ കേലിയെ ചുക്ക, നദീ തീരത്ത് വെച്ചിരിക്കുന്ന തന്റെ ബാഗ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞു. ചുക്ക കുനിഞ്ഞു. അചാനക് പെട്ടെന്ന്, ഉസ്കാ പാവ് ഫിസല, അവന്റെ കാല് തെന്നിപ്പോയി. ഔർ വഹ് പാനി മേം ഗിർപട, അവൻ വെള്ളത്തിൽ വീണു. ഗിർപട വീണു. പാനി കാ ബഹാവ് തേസ് താ, വെള്ളത്തിന് ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ബഹാവ് ഒഴുക്ക്, തേസ് ശക്തമായ. ഔർ നട്കട് കോ തൈർന നഹി ആത്താത, നട്കടിന് നീന്തലും അറിയില്ലായിരുന്നു. തൈർന നീന്തൽ, നഹി ആത്താത അറിയില്ലായിരുന്നു. ചോട്ടാ സാഹിത്തോത, അവന് ചെറുതാണല്ലോ. വഹ് ഗയ, അവൻ ഒഴുകിപ്പോയി. ഡൂബത്തെ ഉദരാത്തെ ദൂർ ജാനെ ലഗ, മുങ്ങിയും പൊങ്ങിയും അവന് ദൂരോട്ട് പോകാൻ തുടങ്ങി. ഡൂബത്തെ മുങ്ങിയും, ഉദരാത്തെ മുങ്ങിയും പൊങ്ങിയും ഒക്കെ അവന് ദൂരേക്ക് നീങ്ങാൻ തുടങ്ങി. ചട്പട് കോ തൈർന ആത്താത, നമ്മുടെ ചട്പടിന് നീന്താൻ അറിയുമായിരുന്നു. उसने छड़ अपना बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. उसने അവൻ ചട് പെട്ടെന്ന്, അപ്പനാ ബസ്ത തന്റെ ബാഗ്, പീട്ട് പുറം, നമ്മുടെ ബാക്ക് പീട്ട് പുറത്തിൽ നിന്ന്, ഉദാർക്കർ അഴിച്ചിട്ട്, പുൽക്കി മുണ്ടേർ പർ പാലത്തിന്റെ കൈവരിയിൽ വെച്ചു. അവന് ബാഗ് അഴിച്ച് പാലത്തിന്റെ കൈവരിയിൽ വെച്ചു. അവർ നദിയുമേ കൂതുപട, നദിയിലോട്ട് എടുത്ത് ചാടി. കൂതുപട കുതിച്ച് ചാടി. थोड़ी दूर तैरने के बाद ही उसने നട്കട് കോ പക്കട് ലിയ, അല്പദൂരം നീന്തിയതിനു ശേഷം മാത്രമാണ് അവന് നട്കടിനെ പിടിക്കാൻ കഴിഞ്ഞത്. ബാദ് ശേഷം, പക്കട് ലിയ പിടിച്ചു.
അല്പദൂരം നീന്തിയതിനു ശേഷമാണ് അവന് നട്കടിനെ പിടിക്കാൻ കഴിഞ്ഞത്. അവർ കിനാരെ പർ ലേ ആയ, എന്നിട്ട് തീരത്തോട്ട് കൊണ്ടുവന്നു. ചട്പട് ഇത്തന ഗുസ്സ ആ രഹാ താ, ചട്പടിന് ഇത്രത്തോളം ദേഷ്യം വന്നിരുന്നു. എത്രയെന്നാൽ നട്കട് കോ ദോ ചാപ്പട് ലഗായി, നട്കടിന് രണ്ടടി കൊടുക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ദോ ചാപ്പട് രണ്ടടി ല്ലേ, രണ്ടെണ്ണം കൊടുക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പർ നട്കട് ഇത്തന ഡര ഔർ ഗബരായ ഹുവാ താ, എന്നാൽ നട്കട് ഒരുപാട് പേടിച്ച് പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. കി ഉസേ ചോട്ടെ ബായി പർ പ്യാർ ആകെ, അപ്പൊ അത് കണ്ടപ്പോ അവന് ചോട്ടെ ബായി പർ, ചെറിയ അനുജനോട്, കുഞ്ഞനുജനോട് പ്യാർ ആകെയ, സ്നേഹമാണ് തോന്നിയത്. അവനെ പിടിച്ച് കരയിൽ എത്തിച്ചപ്പോ അവന് പെട്ടെന്ന് ദേഷ്യം ഉണ്ടായിരുന്നു, രണ്ട് കൊടുക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ നട്കടിന്റെ മുഖം എങ്ങനെയായിരുന്നു? പേടിച്ച് പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അവന് കുഞ്ഞനുജനോട് സ്നേഹമാണ് തോന്നിയത്. उसने नड़कड़ का हाथ पकड़े पकड़े उसका बस्ता उड़ाया और पुल तक पहुंच जाने वाली चढ़ाई चढ़ने लगा. ഉസ്നെ അവൻ നട്കടുക്ക ഹാത്ത് പക്കടെ, നട്കടിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്കാ ബസ്താ ഉടായ, അവന്റെ ബാഗും എടുത്തു. അവൻ നദീ തീരത്ത് അഴിച്ചു വെച്ച ബാഗും എടുത്തു. ഔർ പുൽ തക്ക് പഹൂഞ്ചാനെ വാലി, പാലത്തിലോട്ട് എത്തുന്ന ചടായി ചടിനെ ലഗ, സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. ചടായി സ്റ്റെപ്പ്, ചടിനെ ലഗ കയറാൻ തുടങ്ങി. അപ്പോ അനുജന്റെ ബാഗും എടുത്ത് ജ്യേഷ്ഠൻ അവനെയും കൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. പുൽ പർ പഹുഞ്ച ഹീദാ ഫിർ നട്കട് അചാനക് ഗലാ ഫാട് കർ രോനെ ലഗ. പുൽ പർ പഹുഞ്ച ഹീദ, പാലത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ എന്താണ്? നട്കട് അചാനക്, നട്കട് പെട്ടെന്ന് ഗലാ ഫാടുക്കർ രോനേലക, തൊണ്ട കീറി കരയാൻ തുടങ്ങി. വലിയ ഉച്ചത്തിൽ കരയുന്നതിനാണ് തൊണ്ട കീറി കരയാന്ന് പറയുന്നത് കേട്ടോ. ഗലാ ഫാടുക്കർ, തൊണ്ട കീറി, രോനയിലേക്ക് കരയാൻ തുടങ്ങി. പാലത്തിലോട്ട് എത്തിയപ്പോൾ നട്കട് വളരെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ചട്പടിനെ കഹ, അപ്പൊ ചട്പട് പറഞ്ഞു, അബ് തോ തും വഹ് ജാനേ സേ ബച്ച് ഗയേ ഹോ, ഇപ്പൊ നീ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ. ഫിർ ക്യോം രോ രഹേ ഹോ, പിന്നെ നീ എന്തിനാണ് കരയുന്നത്. നട്കടിനെ രോത്തെ രോത്തെ കഹ, അപ്പൊ നമ്മുടെ നട്കട് രോത്തെ രോത്തെ കഹ, കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു. തും ഗർ ജാക്കർ മാംസേ മേരി ഷിക്കായത്ത് കരോങ്കോ, നീ വീട്ടിലെത്തിയിട്ട് അമ്മയോട് എന്നെ പരാതിപ്പെട്ടാലോ. ഷിക്കായത്ത് പരാതി, നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് എന്റെ കുറ്റം പറഞ്ഞാലോ, എന്നെ പരാതി പറഞ്ഞാലോ. അകർണ കരൂം തോ ജോ കഹോ, അകർണ കരൂം തോ, അങ്ങനെ ഞാൻ പറയില്ലെങ്കിലോ, അങ്ങനെ ചെയ്യില്ലെങ്കിലോ. തോ ജോ കഹോ, എന്നാ നീ പറഞ്ഞോളൂ. നട്കട് കാ രോന ബന്ദ് ഹോ ഗയാ, നട്കടിന്റെ കരച്ചില് ബന്ദ് ഹോ ഗയാ, നിർത്തി. അമ്മയോട് പരാതിപ്പെടില്ലേ ചോദിച്ചപ്പോ ജ്യേഷ്ഠൻ എന്ത് പറഞ്ഞു? ഓ, അങ്ങനെ ചെയ്യില്ലെങ്കിലോ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നട്കടിന്റെ കരച്ചില് പെട്ടെന്ന് സ്റ്റോപ്പായി. മുച്ചെ കാഗസ് കി നാവ് ബനാന നഹീം ആത്താ, അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞു? ചട്പട്, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല. ജ്യേഷ്ഠന് അനിയന്റെ കരച്ചിൽ നിർത്തേണ്ടിയിരുന്നു, അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയണം, എനിക്ക് കടലാസ് തോണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. മുച്ചെ സിക്കാതോകെ, നീ എന്നെ പഠിപ്പിച്ചു, സോറി, തും സിക്കാതോകെ, നീ എന്നെ പഠിപ്പിച്ചു തരുമോ. ഹാം, അതെ. ഉസ്മീം ക്യാ ഹെ, അതിനെന്താ. അപ്പൊ നമ്മള് നട്കട് പറയണം, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാലോ. നട്കട് ഖുഷ് ഹോക്കർ ബോല, നട്കട് സന്തോഷത്തോടു കൂടി പറഞ്ഞു. പർ മുझे തൈർന നഹി ആത്ത, എന്നാൽ എനിക്ക് നീന്താനും അറിയില്ല. തും സിക്കാ ദോങ്കെ, നീ എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് ആര് പറഞ്ഞു? അനിയനെ ജ്യേഷ്ഠനോട് പറഞ്ഞു. ഹാം, അതെ. ഉസ്മേം ക്യാ ഹെ, അതിനെന്താ. ചട്പടിനെ മുസ്കുരാത്തെ ഹുയെ, ചട്പട് പുഞ്ചിരിച്ചുകൊണ്ട്, നട്കട് കെ ശബ്ദോം കി നകൽ കി ഔർ ദോനോ ബായി ഹംസ് പടെ, നട്കടിന്റെ വാക്ക് പോലെ, നട്കട് പറഞ്ഞ അതുപോലെ പറഞ്ഞു. ചട്പട് എങ്ങനെയാ പറഞ്ഞത്? പുഞ്ചിരിച്ചുകൊണ്ട്, നട്കടുക്കെ ശബ്ദവും കി നക്കൽ കി, നട്കടിന്റെ വാക്കുകൾ കോപ്പി അടിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞാല് നട്കട് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ ചട്പടും അനിയനോട് ഇങ്ങനെ കൊഞ്ചി പറഞ്ഞു. ദോനോം ബായി ഹംസ് പടെ, അപ്പൊ രണ്ടുപേരും ചിരിച്ചു.
लेकिन झटपट ने नटखट का बस्ता उसे पकड़ा कर पुल की मुंडर पर से अपना बस्ता उड़ाया. झटपट നട്കഡ് കാ ബസ്ത നട്കഡിന്റെ ബാഗ് ഉസേ പക്കടാക്കർ അവനെ ഏൽപ്പിച്ചിട്ട് പുൽക്കി മുണ്ടേർ പെർസെ പാലത്തിന്റെ കൈവരിയിൽ നിന്ന് അപ്പനാ ബസ്ത ഉടായ തന്റെ ബാഗ് എടുത്തു. തോ എന്നിട്ട് ഏകദം ചിന്തിത് ഹോക്കർ പോലെ ഒരു നിമിഷം ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു. ഏകദം പെട്ടെന്ന്, ഒരു നിമിഷം എന്നൊക്കെയാണ്. പെട്ടെന്ന് ചിന്തിച്ചു കൊണ്ട് പറഞ്ഞു. അരേ ചോട്ടെ ഹം ദോനോം കെ കപ്പടേ ഭീഗ് ഗയേ ഹേ. എടാ അനിയ, നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കുകയാണ്. ഭീഗ്ന നനയുക, നനഞ്ഞിരിക്കുകയാണ്. ഹമേ ഭീഗേ കപ്പടോമേ ദേഖ് മാ പൂച്ചേങ്കി. നമ്മെ നനഞ്ഞ വസ്ത്രത്തോടെ കണ്ടാൽ അമ്മ ചോദിക്കില്ലേ? തോ ക്യാ കഹേംഗെ. അപ്പൊ നമ്മൾ എന്താ പറയാ? ഹാം ബഡേ, അതേ ചേട്ടാ. അബ് അപ്പോൾ, അപ്പോളോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ തിരിച്ചു ചോദിക്കുകയാണ്. നട്കടിനെ ഏക്ക് പൽ സോച്ച ഔർ ബോല. നട്കട്, നമ്മുടെ വികൃതിയായ നട്കട് ഒരു നിമിഷം, പൽ നിമിഷം, സോച്ച ചിന്തിച്ചു, ഔർ ബോല എന്നിട്ട് പറഞ്ഞു. ആവോ ദൗഡ് ലഗാത്തെ, വരൂ നമുക്ക് ഓടിത്തുടങ്ങാം. കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ജായെങ്കെ, വസ്ത്രം താനേ ഉണങ്ങിക്കോളും, നമ്മൾ ഓടിപ്പോകാം. ഓടുന്ന സ്പീഡിൽ വസ്ത്രമൊക്കെ ഉണങ്ങിക്കോളും. ഹാം അതെ, യഹ് ടീക്ക് ഹെ, അത് ശരിയാണ്. ചട്പടിനെ അപ്പന ബസ്ത പീട്ട് പർ ടാങ്കത്തെ ഹുയെ കഹ. ചട്പട് തന്റെ ബാഗ് പുറത്ത് തൂക്കിക്കൊണ്ട്, ബാക്ക് സൈഡിൽ ടാങ്കത്തെ ഹുയെ തൂക്കിക്കൊണ്ട് കഹ പറഞ്ഞു. നട്കഡ് ने भी अपना बस्ता पीठ पर टांग लिया. നട്കഡും തന്റെ ബാഗ് പുറത്ത് തൂക്കി. और चटपट के बराबर गड़े होकर दौड़ शुरू करने के अंदाज में बोला. ചട്പട് കെ ബരാബർ, ചട്പട് നിൽക്കുന്നതിന് തുല്യമായി, ഗഡേ ഹോക്കർ നിന്നുകൊണ്ട്, ചട്പട് നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ നിന്നുകൊണ്ട്, ദൗഡ് ഷുരു കർണേക്ക് അന്താസ്മേ പോലെ, ഓട്ടം ആരംഭിക്കാന് റെഡി ആയതുപോലെ പറഞ്ഞു. എക്ക് ദോ തീൻ, അല്ലെ, നമ്മൾ ഓട്ടമൊക്കെ തുടങ്ങുമ്പോൾ എക്ക് ദോ തീൻ എന്ന് പറഞ്ഞിട്ട് ഓടും. അങ്ങനെ തുടങ്ങി. ദോനോം ദൗഡ് പടേ, രണ്ടുപേരും ഓടിത്തുടങ്ങി. ആകെ പീച്ചെ നഹി, മുന്നിലും ബേക്കിലും ആയിട്ടല്ല. ഏക്ക് ദൂസരാക്ക ഹാത്ത് പക്കടേ സാത്ത് സാത്ത്, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ച് ഒരുമിച്ചിട്ടാണ് ഓടിയത്. സർദിയാം അബി ശുരു നഹി ഹുയി തി, മൗസം സാഫുത. സർദിയാം, തണുപ്പ് കാലം, അബി ശുരു നഹി ഹുയി, തണുപ്പൊന്നും ആരംഭിച്ചിരുന്നില്ല. ശുരു നഹി ഹുയി തി, തണുപ്പൊന്നും ആരംഭിച്ചിട്ടില്ലായിരുന്നു. മൗസം സാഫുത, ഒരു ക്ലിയർ മൗസമായിരുന്നു. ചടുക്കീലി ധൂപ്പ് നിക്കലി ഹുയിതി, നല്ല വെയില്, ചടുക്കീലി ധൂപ്പ്, ശക്തമായ വെയില്, നിക്കലി ഹുയിതി ഉണ്ടായിരുന്നു. ദോനോ ബായി മസേ മേം ദൗർത്തെ ചലേ ഗയേ, രണ്ടു പേരും രസത്തോടെ മസേ മേം, ആസ്വദിച്ചുകൊണ്ട്, ദൗർത്തെ ചലകെ, ഓടിക്കൊണ്ടിരുന്നു. രണ്ടുപേരും എൻജോയ് ചെയ്തുകൊണ്ട് ഓടി. നാലാ പാർക്കിയ, തോട് കടന്നുപോയി. ബാഗ് പാർക്കിയ, തോട്ടം കടന്നുപോയി. ഗേത്ത് പാർക്കിയ, വയലും കടന്നുപോയി. ബർഗദ് കോബി പീച്ചേ ദൗഡിയ, ബർഗദ്, ആൽമരത്തെയും പിന്നിലാക്കി. അവരോടി കുളത്തിന്റെ അവിടം വരെ എത്തി നിൽക്കുകയാണ്. തബി നട്കഡ് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കനി കിട്ടി ദിക്കായി പടി. അപ്പോൾ നട്കഡ് പോക്കർ തീരത്തുള്ള, കുളത്തിന്റെ തീരത്തുള്ള ചിക്കനി കിട്ടി, ഒരു മിനുസമുള്ള കല്ല്, കിട്ടി സ്റ്റോൺ ആണ് കേട്ടോ. ചിക്കനി കിട്ടി, ഒരു മിനുസമാർന്ന സ്റ്റോൺ ദിക്കായി പടി കണ്ടു. നട്കഡിനെ ഉസെ ഉഡാലിയ, നട്കഡ് അത് എടുത്തു. ഔ തിരച്ചേ ഹോക്കർ ഉസെ ഇസ് തരഹ് ഫേങ്ക, തിരച്ചേ ഹോക്കർ, തിരിഞ്ഞു നിന്നുകൊണ്ട്, ഇസ് തരഹ് ഫേങ്ക, ഇതുപോലെ എറിഞ്ഞു. എങ്ങനെ? ഗിട്ടി പാനിക്ക് സത്തഹ് പർ ഉച്ചൽത്തി ഹുയി ദൂർ തക്ക് ചലി ഗയി. നമ്മുടെ ആ കല്ല് വെള്ളത്തിന്റെ ഉപരിതലത്തിലുള്ള, വെള്ളത്തിന്റെ സർഫസിലൂടെ തട്ടി തട്ടി ഇങ്ങനെ കുറെ ദൂരം വരെ അങ്ങ് പോയി. ചില പിള്ളേരൊക്കെ കുളത്തിലൊക്കെ കുളിക്കാൻ പോകുമ്പോ അങ്ങനെ എറിയുന്നത് കണ്ടിട്ടില്ലേ? ഉച്ചൽത്തി ഹുയി, തട്ടി തട്ടി, ദൂർ തക്ക് ചലി ഗയി, ദൂരത്തേക്ക് കുറെ ദൂരം ഇങ്ങനെ തട്ടി തട്ടി വെള്ളത്തിന്റെ സർഫസിലൂടെ തട്ടി തട്ടി ഇങ്ങനെ പോയി. ദേക്കാ ദേക്കി ചട്പട് നേവി ഏക്ക് ഗിട്ടി ഉടാക്കർ ഫേങ്ക് ദി. അപ്പൊ അത് കണ്ടുകൊണ്ടിരുന്ന ചട്പടും ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു. ലേക്കിൻ പക്ഷേ ഉസ്കി ഗിട്ടി ഏകദം പാനിമേ ഗുട്ടുപ്പ് ഹോഗയി, അവന്റെ കല്ല് വെള്ളത്തിൽ പെട്ടെന്ന്, ഏകദം പെട്ടെന്ന് തന്നെ, ഗുട്ടുപ്പ് ഹോഗയി, വെള്ളത്തിൽ ഗുട്ടുപ്പ് എന്ന ശബ്ദത്തിൽ താണുപോയി. ബെഡേ തുംകു ഗിട്ടി
പൈരാന നെഹിയാത്ത ചേട്ടാ നിനക്ക് ഈ കല്ലിങ്ങനെ ചെരിച്ചെറിയുന്നതിന് പൈരാന കറക്കി എറിയാൻ കഴിയില്ലേ? ഹാം ചോട്ടെ അതെ അനുജ. തും സിക്കാ സക്തേ ഹോ നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ക്യോം നഹീം ഹോ എന്തുകൊണ്ടില്ല? അബിലോ ഇപ്പൊ തന്നെ ആവാലോ. ഓക്കെ ഷുവർ എന്ന് പറയാണ്. നട്കടിനെ ധ്യാൻ സെ നീച്ചെ ദേഖ് കർ ഏക് ഗിട്ടി ഉഠായി ഔർ ചട്പട് കോ ദിഖാത്തെ ഹുയെ ബോല. നട്കട് ധ്യാൻ സെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ട് നീച്ചേതേക്ക് താഴോട്ട് നോക്കി ഏക്ക് ഗിട്ടി ഉടായി ഒരു കല്ലെടുത്തു. ഔർ ചട്പടുക്കോ ദിക്കാത്തേ ഹുയെ പോലെ ചട്കടിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു. ഗിട്ടി ഐസിയിലോ കല്ല് ഇങ്ങനത്തതാവണം. എങ്ങനെ? ജോ ജ്യാദാ ഭാരി ഔർ ഗുർദരി നഹോ. കല്ല് അധികം വെയിറ്റ് ഉണ്ടായരുത്. ഭാരി വെയിറ്റ് ഭാരം. ഔർ ഗുർദരി എന്ന് വെച്ചാൽ പരുത്തത് നഹോ ആവരുത്. കല്ല് വെയിറ്റ് ഉള്ളതും റഫ് ആയതും ആവരുത്. ഹൽക്കി ഔർ ചിക്കനി ഹോ വെയിറ്റ് കുറഞ്ഞതും മിനുസമുള്ളതും ആകണം. അങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളതും ആവണം. ഔർ ഉസെ ഇസ് തരഹ് ഫേങ്കോ എന്നിട്ട് ഇതുപോലെ എറിയൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നട്കട് ചട്കടിന് കാണിച്ചു കൊടുക്കുകയാണ്. ലേക്കിൻ പക്ഷേ അബ് തക്ക് ചട്പട് കാ ധ്യാൻ ബാംഡ് ചുക്കാത എന്നാൽ നമ്മുടെ ചട്പടിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോയിരുന്നു, അതിൽ നിന്ന് മാറിപ്പോയിരുന്നു. അപ്പൊ പോക്കർക്കെ പാനി പർ തൈർത്തി ബത്തക്കോംകോ ധ്യാൻ സേ ദേഖ് രഹാത. അവന് കുളത്തിലെ പാനി പർ വെള്ളത്തിലൂടെ തൈർത്തി നീന്തിക്കൊണ്ടിരിക്കുന്ന ബത്തക്കോംകോ താറാവുകളെ ധ്യാൻ സേ ദേഖ് രഹാത ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അവന് കുളത്തിലൂടെ നീന്തി പോകുന്ന താറാവുകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ചട്പട്. നമ്മുടെ ഈ സ്റ്റോറി ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് അതുപോലെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.